സാധനല്ലത്. അല്ലാഹുവേ, ആ കാലിന്റെ അടിയിലെ ഒരു മണൽ തരിയാക്കി തരണേ അല്ലാ. ആമീൻ പറ. ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. മഹാന്റെ ഹക്ക് കൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും ഉള്ളിലുള്ള ഈമാനിന്റെ അളവ് കൂട്ടണേ അല്ലാ. ശുദ്ധീകരണത്തിന്റെ പ്രത്യേകത അറിയോ? ഏറ്റവും ഇഷ്ടം കൽബില് റസൂലുള്ളാഹി ചോദിച്ചില്ലേ, സിദ്ദീഖേ നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താ? അവിടുന്ന് മറുപടി പറഞ്ഞു, അന്നദറു ഇലാ വജ്ഹിക യാ റസൂലല്ലാഹ്. എനിക്ക് ഏറ്റവും ഇഷ്ടം നബിയെ അങ്ങയുടെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കല്. അല്ലാ, നമുക്കത് കഴിഞ്ഞ ഒരു അല്ലാന്ന് പറഞ്ഞ ഒന്നൊക്കെ പറയും. അല്ലാ പറയും. അല്ലാ ആരായി പറയുന്നറിയോ? എപ്പോഴും കണ്ടോണ്ടിരിക്കുന്ന ആള്, അടുത്തടുത്ത വീട്, ചെറിയ വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ. കുട്ടിക്കാലത്ത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അടുത്തടുത്താ ജീവിച്ചത്. 40 വയസ്സിൽ നബുവത്ത് കിട്ടുന്നത് വരെ ഇടയ്ക്കിടെ കാണാറുണ്ട്. നബുവത്ത് കിട്ടിയതിന് ശേഷം പുരുഷന്മാരിൽ നിന്ന് ആദ്യം വിശ്വസിച്ചത് സിദ്ദീഖുൽ അക്ബർ. വിശ്വസിച്ചതിന് ശേഷം പിന്നെ വിട്ടുപോയില്ല, അടുത്ത് നിന്ന് അകന്നു പോയില്ല, കാണാതിരുന്നില്ല. അതൊന്നുമല്ല, അല്ല, ഹിജറ പോകുന്ന അന്ന് നട്ടപ്പാതിരാ നേരം സിദ്ദീഖുൽ അക്ബർ തങ്ങളെ അടുക്കലേക്ക് അല്ലെ നേരെ ചെന്നിട്ട് പറയുകയാണ്, സിദ്ദീഖേ ഹിജറ പോകാനുള്ള സമ്മതം കിട്ടിയിട്ടുണ്ട്, മദീനയിലേക്ക് ഞാൻ ഹിജറ പോകാൻ ഒരുങ്ങുകയാണ്, നീ കൂടെ വരണമെന്ന് പറഞ്ഞില്ല. റസൂലുള്ളാഹിന്റെ ശൈലി എങ്ങനെയാണല്ലോ, നീ എന്റെ കൂടെ വരണോ ഞാൻ പോകണമെങ്കിൽ. നമ്മൾ വേഗം അങ്ങനെയല്ല പറയാ, ഇന്നമാ ബുഇസ്തു മുഅല്ലിമൻ മുയസ്സിറാ. ഒരാൾക്കും അടങ്ങാറാകുന്ന ഒന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് സംഭവിക്കാറില്ല. യസ്സിറൂ ആറാക്കല്ലേ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി. ഒരാളെയും ഒരു ഉറങ്ങുന്ന മനുഷ്യന്റെ അടുത്ത് പോലും പോയിട്ട് ഉറക്കെ സംസാരിക്കാൻ ഇഷ്ടമില്ലാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു നട്ടപ്പാതിരാ നേരം സിദ്ദീഖുൽ അക്ബർ തങ്ങളെ അടുക്കൽ പോയിട്ട് പറഞ്ഞു, സിദ്ദീഖേ ഹിജറ പോകാൻ പെർമിഷൻ കിട്ടിയിട്ടുണ്ട്, ഒരുങ്ങുകയാണു ഞാൻ. ഉടനെ ചോദിച്ചു, അല്ല നബിയേ ഞാനും അങ്ങയുടെ കൂടെ വരട്ടെ? നബിയുൽ അക്ബർ തങ്ങൾ കരഞ്ഞു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ അത് കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്. നോക്കണം, എന്തിനീ കരച്ചില്? എണ്ണിയാലൊടുങ്ങാത്ത അളന്നാൽ തീരാത്ത സമ്പത്ത് മക്കയില് സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്കുണ്ട്. ചെറിയ വലിയ പൈസക്കാരനല്ലെങ്കിലും സമ്പന്നനാണ്, ഒട്ടൊട്ട സമ്പത്തുണ്ട്. പക്ഷേ മദീനയിൽ പോകുമ്പോൾ ആ സമ്പത്ത് കൊണ്ടുപോകാൻ കഴിയില്ല. ആ സങ്കടത്തിന്റെ പേരിലല്ല കരച്ചിൽ. പിന്നെന്തിനാ കരയുന്നേ? പിന്നെന്തിനറിയോ? സ്വന്തം ബാപ്പ മുസ്ലിമായിട്ടില്ല, അബൂ ഖുഹാഫ കണ്ണ് കാണാത്ത മനുഷ്യനാണ്, മുസ്ലിമായിട്ടില്ല. പിന്നീട് മുസ്ലിമായി, അന്ന് മുസ്ലിമായിട്ടില്ല. ഉപ്പയെ കൊണ്ടുപോകാൻ കഴിയില്ലല്ലോ, അതിന്റെ പേരിൽ കരഞ്ഞില്ല. പിന്നെ എന്തിനാ കരഞ്ഞെന്നറിയോ? റസൂലുള്ളാഹിന്റെ കൂടെ ദിവസങ്ങളോളം ഒറ്റക്ക് പോകാനൊരു ഭാഗ്യം കിട്ടിയല്ലോ. ഇത് സുവർണാവസരമാണല്ലോ, ഇത് സൗഭാഗ്യമാണല്ലോ, ഇതൊരു ഗോൾഡൻ ചാൻസ് ആണല്ലോ. അതാണ് ഖൽബ്. നമ്മൾ റസൂലുള്ളാഹിന്റെ കൂടെ ഉണ്ടെന്ന് കരുതിക്കോ. ഇത് വേനെല്ലാം പറയുമ്പോൾ ഇങ്ങനെ അല്ലോ എന്നാ പിന്നെ അങ്ങനെ ഒരു ചാൻസ് കിട്ടിയില്ലെങ്കിൽ എത്ര നല്ലിങ്ങനെ ചിന്തിക്കൂ. മുത്തറസൂലുള്ള എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ പോകൂല. നമ്മൾക്ക് സിഗരറ്റ് വലിക്കുകയാണെങ്കിൽ എവിടെ ദൂരം പോകണം, അല്ലെ? തുമ്മാന്ന് മാറി വെക്കണം, നമ്മളടുത്ത് പോകൂല. പക്ഷേ സിദ്ദീഖുൽ അക്ബർ പറയും, അബൂബക്കർ സിദ്ദീഖ് വിട്ടുപോയില്ല, വിട പറഞ്ഞില്ല, മാറി നിന്നില്ല. റസൂലുള്ളാഹിയുടെ കൂടെ കൂടിയതിന് ശേഷം യാത്ര പോയില്ല. എന്നിട്ട് പറയാണ്, നബിയെ എനിക്ക് ഏറ്റവും ഇഷ്ടം അങ്ങയുടെ മുഖത്ത് നോക്കിയിരിക്കലാണെന്ന്. ഒന്ന്. രണ്ട്, വൽ ജുലൂസു മഅക യാ റസൂലല്ലാഹ്. ഒന്ന് നോക്കല്, രണ്ട് അടുത്തിരിക്കല്. നോക്കിയില്ലെങ്കിലും റസൂലുള്ളാഹിന്റെ കൂടെ ഇരിക്കൽ എനിക്ക് വലിയ ഇഷ്ടമാണ്. മൂന്ന്, വൽ ഇൻഫാഖു ഫീ ദീനിക യാ റസൂലല്ലാഹ്. അങ്ങയുടെ ദീനിൽ പണം ചെലവഴിക്കൽ. വൽ ഇൻഫാഖു മാലി ഇലൈക യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ് യാ നബിയല്ലാഹ്.
മൂന്ന് കാര്യം എനിക്ക് ഏറ്റവും ഇഷ്ടം. ഒന്ന് മുഖത്ത് നോക്കിയിരിക്കുക, രണ്ട് അടുത്തിരിക്കുക, മൂന്ന് എൻ്റെ കയ്യിലുള്ള പണം അങ്ങയ്ക്ക് വേണ്ടി ചെലവഴിക്കൽ എനിക്ക് പെരുത്ത് ഇഷ്ടമാ നബിയേ. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്ക് ഏറ്റവും ശ്രേഷ്ഠത സ്വഹാബത്തില്. കാരണം എന്തെന്നറിയോ? ഒറ്റ കാരണമാണ്. മുത്ത് റസൂലുള്ളാഹി പറയും സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അതിരറ്റ മഹബ്ബത്താ. ഇനി നേരെ വരാ, നമ്മൾ ഏറ്റവും അധികം നമ്മുടെ സമസ്തയിൽ പേര് പറയുന്ന ആരെ പേരാ? ഞാൻ ഒരു വെള്ളം കുടിക്കട്ടെ, നിങ്ങൾ പറഞ്ഞോ. നമുക്ക് ഏറ്റവും ഇഷ്ടം നമ്മുടെ ഗ്രൂപ്പ് അറിയപ്പെടുന്ന ആരെ പേരില്ല? പറഞ്ഞോ, ഞാൻ അങ്ങനെ പറഞ്ഞു കിട്ടുന്നില്ലേ? ആരെ പേരില്ല? ശംസുൽമാന്റെ പേരിലല്ലേ? മാത്രല്ല ഇന്നിപ്പോ നമ്മുടെ ഈ ഏറ്റവും കൂടുതൽ സിയാറത്ത് ചെയ്യപ്പെടുന്ന ബാക്കിയുള്ള ആള് ചെറിയ ആളായിട്ടൊന്നുമല്ല. കണ്ണിയത്ത് ഉസ്താദ് ശംസുൽമയുടെ മേലെയാണ്, ഉസ്താദ് കൂടിയാണ്, അതിന്റെ മേലെയാണ് ബാക്കി എല്ലാവരും. ഇന്ന് ഏറ്റവും കൂടുതൽ സിയാറത്ത് ചെയ്യപ്പെടുന്ന സമസ്തയിലെ ഉസ്താദിന്റെ പേരെന്താ? പറഞ്ഞു, എങ്ങനെ നിങ്ങൾ ചൊറിഞ്ഞു കൊടുക്കണം. പറഞ്ഞോ, ആരാണ്? ശംസുലുലമയാണ്. ഇതിന്റെ കാരണം എന്തായിരിക്കും? നമ്മളൊന്ന് പരിധി നോക്കണേ. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വല്ലാത്ത ഇഷ്ടമാ. ബാക്കിയുള്ള ഇഷ്ടമല്ലെന്നെ അല്ല കേട്ടോ, ഈ മൊബൈലിൽ പിടിക്കുന്നുണ്ട് ലൈവില്. ഇഷ്ടമല്ലെന്നല്ല, മഹാനായ ശംസുലുലമ ശൈഖുനാ ശംസുലുലമ തങ്ങൾക്ക് അല്ലെ, മുത്ത് റസൂലുള്ളാഹിയോട്, അവിടുത്തെ സ്വഹാബത്തിനോട്, താബിഈങ്ങളോട്, ഇൽമിന്റെ വാഹകരായ ഉലമായിനോട്, മഅരിഫത്തിന്റെ വാഹകരായ മശായിഖന്മാരോട്, എന്താ അതൊക്കെ പറയുന്നേ? അഹ്ലു ബൈത്തിനോട്, അഹ്ലു ബൈത്തിലുള്ള ചെറിയ കുട്ടികളോട് പോലും ഇഷ്ടമാ, സ്നേഹമാ, ബന്ധമാ, ബഹുമാനമാ. ചെലവില്ലാതെ നമുക്ക് ഉണ്ടായിക്കൂടെ? ഇരിക്കുന്നല്ലോ. ഒന്ന് ഏറ്റവും വലിയ മഹബത്തിനെ അങ്ങോട്ട് മുത്ത് റസൂലുള്ളാഹിയോടും അള്ളാഹിനോടും ആദ്യം ഉണ്ടാക്കിയെടുക്കുക.